ഹലോ, വെൽക്കം ടു ഷാൽ വി ലേൺ സംതിങ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഫ്ലുവൻ്റ്ലി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് നല്ല ധൈര്യത്തോടു കൂടി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു വേണ്ടി കുറച്ച് ടിപ്സാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് നന്നായി പറയാൻ പറ്റുക, ഇംഗ്ലീഷ് എഴുതാൻ പറ്റുക, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ സാധിക്കില്ല. കാരണം നമ്മുടെ മദർ ടങ് മലയാളമാണ്, നമ്മൾ സ്ഥിരമായി മലയാളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ വേർഡ്സ് വരുന്നില്ല. എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടതെന്ന് അറിയില്ല, ഒരു പ്രോപ്പർ സെൻറ്റൻസ് ഫോം ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ വിചാരിക്കും എന്തിനിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട്, ഈ കാര്യം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കാര്യം നടക്കും, ഇംഗ്ലീഷൊക്കെ പറയാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറേ വിചാരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ മടിക്കുന്നതും നമ്മളത് പറയാൻ പറ്റാത്തതും. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള സമയത്ത്, ഒരു 15 മിനിറ്റ്സ് ഡെയിലി ഇതിന് വേണ്ടി, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാനും നല്ലോണം പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ ഇപ്പോഴേ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അതായത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ നല്ലോണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം റെഗുലറായിട്ട് ചെയ്താൽ മതി. കുറച്ച് നാളുകൾ കഴിഞ്ഞ്, അത് പെട്ടെന്നൊന്നും നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് നാളുകൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ഡാം ഷുവർ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻ്റ്ലി. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗ്രാമർ ഒരു പ്രശ്നം, അല്ലെങ്കിൽ വൊക്കാബുലറി വേർഡ്സ് നിങ്ങൾക്ക് അറിയില്ല, അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ്, അറിയാവുന്ന ഗ്രാമറൊക്കെ വെച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ നമ്മൾ ഓരോന്ന് കണ്ടും നമ്മൾ ഓരോന്ന് പറഞ്ഞുമാണ് നമ്മൾ പല രീതിയിൽ പറയാം. ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാം, ഗ്രാമർ ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഗ്രാമർ ഒരു സെറ്റായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ കുറേ വേർഡ്സ് പഠിച്ചു വെച്ചു, എന്നിട്ട് രണ്ടും കൂടെ ക്ലബ് ചെയ്തൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കേണ്ടത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തും നമ്മൾ ഓരോന്ന് കണ്ടും ഓരോ ഡിഫറെൻറ്റ് സെൻറ്റൻസുകളൊക്കെ അറിഞ്ഞുമാണ് നമ്മൾ അത് തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ടിപ്പ് നമ്പർ 1, ഒബ്സർവ് ആൻഡ് ഇമിറ്റേറ്റ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കാണാൻ പറയുമല്ലേ, അതായത് നമ്മൾ വെറുതെ ഇംഗ്ലീഷ് വീഡിയോസ് അല്ല കാണേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സ് നമ്മൾ കിടക്കണതിന് മുമ്പ്, ആ സമയം അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വീഡിയോയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനലിലെ ഏതെങ്കിലും ചാനൽ അല്ലെങ്കിൽ ന്യൂസ് ആയാലും മതി, പക്ഷെ അതിലൊക്കെ സബ് ടൈറ്റിൽസ് ഉള്ള കാര്യങ്ങൾ വേണം കാണാനായിട്ട്. അതായത് അടിയിൽ ഇംഗ്ലീഷിൽ അവർ പറയണത് എഴുതി കാണിക്കും, എന്നാണ് സബ് ടൈറ്റിലുള്ളൊരു വീഡിയോ കാണാം. എന്നിട്ട് അവർ പറയണത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, നമ്മളും നമ്മുടെ വായ കൊണ്ട് പറയുക, ചുമ്മാ മനസ്സിൽ പറയുക, നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞാലാണ് നമുക്കത് ശീലമാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് പറയാൻ പഠിക്കുകയുള്ളൂ. അത് നമ്മൾ പറയുക, എന്നിട്ട് നമ്മൾ ആ സെയിം കാര്യം തന്നെ ഒരു രീതിയിൽ നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കും. പക്ഷെ അതുപോലെ ആയിരിക്കില്ല അവർ ആ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ദ വേ ദാറ്റ് വി കൺസ്ട്രക്ട് എ പെർട്ടിക്കുലർ സെൻറ്റൻസ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ വേ ദാറ്റ് ദേ കൺസ്ട്രക്ട്, അല്ലേ? അപ്പം അവരെങ്ങനെ രീതിയിലാണ് ചെയ്തേക്കുന്നത്, നമ്മളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അവർക്ക് ഉണ്ടായിരുന്നത്, അതെന്തുകൊണ്ടാണ് കൂടുതൽ ഭംഗി എന്നൊന്ന് ചിന്തിക്കുക. എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ. സോ യു ഹാവ് ടു റീഡ് ദ സബ് ടൈറ്റിൽസ്, പോസ് ദ വീഡിയോ ആൻഡ് ട്രൈ ഇറ്റ് യുവർ സെൽഫ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇനി ഇംഗ്ലീഷ് ഫിലിംസ് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില മലയാളം ഫിലിംസിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് അവർ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഫിലിം ഫുൾ കാണാനല്ല, ഒരു 15 മിനിറ്റ്സ് ഒരു ചെറിയ പോർഷൻ കണ്ടാൽ മതി. അപ്പം അതിൽ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ആയിരിക്കും അവിടെ അവർ എഴുതി കാണിക്കാം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി അതും പറ്റില്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു വേ ആണ് കാർട്ടൂൺസ് കാണുക. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ
ഡോറ എന്നൊക്കെയുള്ള കാർട്ടൂണുണ്ട്. അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേർഷൻസ് ആണ്. കാർട്ടൂൺസ് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ സെൻറ്റൻസുകൾ കിട്ടും. എങ്ങനെയാണ് അവർ ഉപയോഗിച്ചേക്കണേന്ന് കാണാൻ പറ്റും. അതിനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ഓരോ സെൻറ്റൻസിൻ്റെയൊക്കെ ടോണാണ്. അതാണ് ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ ഓരോ സെൻറ്റൻസുകൾ ഒരു പറയുമ്പോൾ അതിൻ്റെയൊക്കെ ടോണും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സിമ്പിൾ വെറുതെ അങ്ങ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സെൻറ്റൻസ് അങ്ങ് പറഞ്ഞ പോലെ ഓരോ കണ്ടീഷൻസിലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലും ഓരോ ടോണിലാണ് അവർ പറയുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ ചെന്നാലും ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതായത് പഠിച്ചിരിക്കണം. അത് അബൌട്ട് യുവർ സെൽഫ്, യുവർ ഹോബീസ്, അബൌട്ട് ഫാമിലി, അബൌട്ട് യുവർ സ്കൂൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ നിങ്ങളൊരു 4 to 5 സെൻറ്റൻസുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാളുടെ അടുത്ത് കാണിച്ച് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതൊക്കെ ഇത്തിരി ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം ടിപ്പ് നമ്പർ 2, പ്രാക്ടീസ്. അതായത് വിത്തൗട്ട് എ പ്രാക്ടീസ് യു കനോട്ട് ഈവൻ സ്പീക്ക് എ സിംഗിൾ വേർഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വായിൽ വേർഡ്സ് വരുള്ളൂ, നമ്മളൊരു സെൻറ്റൻസ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ മനസ്സിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു പേടി, വേർഡ്സ് വരുന്നില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിലറിയാം, ഇതാണ് പറയേണ്ടതെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ അതൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പ്രാക്ടീസിൻ്റെ കുഴപ്പമാണ്. അത് നമ്മൾ സ്പീക്ക് ചെയ്യുക. വി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, വി ഹാവ് ടു സ്പീക്ക് ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. ഇനി സ്പീക്ക് ചെയ്യാൻ ആരുമില്ല, നമ്മൾ ആരോട് സംസാരിക്കും എന്നുള്ളൊരു പ്രോബ്ലം ആണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ഇറ്റ് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ദേ മേ ടീസ് യു, അല്ലേ? നിങ്ങളെ ചിലപ്പോൾ കളിയാക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയാം ഇതൊക്കെ നീ ആരെ കാണിക്കാൻ, അല്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് സംസാരിക്കും. നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരാൾ വേണം നിങ്ങൾക്ക് കോൺവെർസേഷൻ നടത്താനായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എങ്കിൽ കുറേ ആപ്പുകൾ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഒരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനും നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഒരു ചെറിയ പാരഗ്രാഫ്, ഒരു ചെറിയൊരു പോർഷൻ എടുത്താൽ മതി. അത് വായിക്കാം. എന്നിട്ട് അത് 3-4 പ്രാവശ്യം വായിച്ചിട്ട് അതിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കും. നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഫസ്റ്റ് ടൈം വായിക്കുന്ന സ്പീഡായിട്ടില്ല സെക്കൻഡ് ടൈം വായിക്കുന്നത്. അപ്പോൾ ആ സ്പീഡ് ഓഫ് യുവർ റീഡിങ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കാം. എന്നാലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ, സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ, അതെല്ലാം ഒന്ന് ഇംഗ്ലീഷിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയാൻ ശ്രമിക്കുക. ഇനി അവർക്കത് കേൾക്കണില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കി റൂമിലിരുന്ന് നിങ്ങളത് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. വീട്ടിലിരുന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാതെ എങ്ങനെയാണ് പറയണത്. ഇപ്പോൾ ഗ്രാമർ അറിയില്ല, അല്ലെങ്കിൽ എന്താ വേർഡ്സ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ ഇന്ന് തന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇംഗ്ലീഷ് നന്നായി പറയാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.